നമ്മൾ ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് 15 ദിവസങ്ങൾ കൊണ്ട് ബൈബിൾ മുഴുവൻ പഠിക്കുന്ന ഒരു ബൈബിൾ ക്രാഷ് കോഴ്സ്. അത് നമ്മൾ കഴിഞ്ഞ മാസം നടന്നു. ജൂൺ 5-ാം തീയതി അത് അവസാനിച്ചു. ഏതാണ്ട് 80-നടുത്ത ആളുകൾ അതിൽ സംബന്ധിച്ചു. പഠിപ്പിച്ച ഞങ്ങൾക്കും പഠിച്ചവർക്കും അത് വലിയ ഒരു ദൈവാനുഭവത്തിൻ്റെ സമയമായിരുന്നു. ഹല്ലേലൂയ. അതായത് ഞാൻ നിങ്ങളോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ഇതൊക്കെ നമ്മൾ ഒരുപാട് ഈ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അറിയാം, എങ്കിലും ഞാൻ പറയുകയാണ്. നമ്മുടെ ലക്ഷ്യം, അതായത് പരിശുദ്ധാത്മാവ് നമുക്ക് 2012 മുതൽ തന്നിട്ടുള്ള ഒരു ദിശാബോധമാണ് ഒരു ബൈബിൾ കോളേജ് ആരംഭിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ധ്യാനകേന്ദ്രമൊക്കെ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ധ്യാനകേന്ദ്രമല്ല നമ്മുടെ ലക്ഷ്യം, മറിച്ച് അതായത് മനസ്സിലായി, ധ്യാനകേന്ദ്രം അതിൻ്റെ ആ പ്രക്രിയയുടെ ഒരു ഘട്ടം മാത്രമാണ്. ധ്യാനകേന്ദ്രത്തിനപ്പുറത്ത് ദൈവവചനം പഠിക്കാൻ താല്പര്യമുള്ളവരെ നന്നായിട്ട് ബൈബിൾ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ഒരു ബൈബിൾ കോളേജ് ആരംഭിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഞാനിത് നിങ്ങളോട് പരസ്യമായിട്ട് ഈ ലൈവിൽ പറയുന്നതിൻ്റെ കാര്യം, നിങ്ങളിത് ആരെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഈ വിഷയം നിങ്ങൾ പ്രാർത്ഥനയായിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം. ഒരുപാട് ദൂരം പോകാനുണ്ട്. ഒരുപാട് ദൂരം പോകാനുണ്ടെന്ന് പറയുമ്പോൾ സ്ഥലം വേണം, കെട്ടിടം വേണം, സംവിധാനങ്ങൾ വേണം, ഇതെല്ലാം വേണം. അതായത് ധ്യാനകേന്ദ്രം അല്ല, ധ്യാനകേന്ദ്രം വേറെ എൻറ്റിറ്റി. മനസ്സിലായത്? രണ്ടെല്ലാം തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ പറ്റത്തില്ല. കാരണം ധ്യാനകേന്ദ്രത്തിൻ്റെതായ ഒരു പോക്കുണ്ട്. ബൈബിൾ കോളേജ് അത് വേറെ കുറച്ചുകൂടെ ഒരു അക്കാഡമിക് ലെവലാണ്. അത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് താമസിച്ച് പഠിക്കാൻ പറ്റുന്ന, അത് എല്ലാം കൂടെ തമ്മിൽ കൂട്ടിക്കുഴച്ച് പറ്റില്ല. ആദ്യം ഇപ്പം നമുക്ക് വേറെ സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം നടത്തുന്ന അതേ സ്ഥലത്തൊക്കെ വെച്ച് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് അങ്ങനെ ഒരു വലിയൊരു സ്വപ്നം കർത്താവ് നമ്മുടെ മനസ്സിൽ തന്നിട്ടുണ്ട്. അത് ആവശ്യമില്ലേ? നിങ്ങൾ എന്ത് പറയുന്നു? മനസ്സിലായി? നമുക്ക് ഇഷ്ടം പോലെ സ്ഥാപനങ്ങൾ സഭയ്ക്കുണ്ട്. പക്ഷേ കേരള സഭയ്ക്ക് ഒരു ബൈബിൾ കോളേജ് ഇല്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ബൈബിൾ പഠിപ്പിക്കുന്ന സംവിധാനങ്ങൾ പല രൂപതകളിലുമുണ്ട്. പക്ഷേ അതായത് ബൈബിൾ പഠിച്ച് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ വിചാരിക്കുകയാണ്, എന്താണ്, ഞങ്ങൾ ഡിഗ്രിക്ക് ബൈബിൾ പഠിക്കാൻ പോവാണ്, ഞങ്ങൾ PGക്ക് ബൈബിൾ പഠിക്കാൻ പോവാണ്. എന്താ പഠിച്ചൂടെ? ലോകത്തുള്ള സകല ചപ്പും ചവറും പഠിക്കാമെങ്കിൽ ബൈബിൾ പഠിച്ചൂടെ? മനസ്സിലായോ? അപ്പോൾ അങ്ങനെ പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടാവണ്ടേ? അപ്പോൾ അതാണ് നമുക്ക് 2012 ദൈവം തന്നൊരു സ്വപ്നമാണത്. നമ്മൾ അതിനു വേണ്ടി ഇപ്പോൾ 12 വർഷമായി, ഒരു വ്യാഴവട്ടം പൂർത്തിയായി, 12 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ബൈബിൾ കോളേജിലേക്കുള്ള നമ്മുടെ യാത്രയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ ബൈബിൾ ക്രാഷ് കോഴ്സ്. 15 ദിവസം കൊണ്ട് ബൈബിൾ പഠിക്കുന്ന, ഇനി അത് എന്ത് ചെയ്യും, കൂടും. ഇനി 1 വർഷം കൊണ്ട്, അല്ലെ 6 മാസം കൊണ്ട്, അല്ലെ 2 വർഷം കൊണ്ട്, അങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾ നമ്മൾ ആരംഭിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഇത് വന്ന ആളുകൾക്ക് പെട്ടെന്നായിരുന്നു. പെന്തക്കോസ്ത് കഴിഞ്ഞപ്പോൾ ആത്മാവ് തന്ന ഒരു ശക്തമായ പ്രേരണയിലാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ അത് വളരെ ശക്തമായി എന്ന് പറഞ്ഞാൽ, പഠിപ്പിച്ച ഞങ്ങൾക്കും പഠിച്ചവർക്കും അത് വളരെ ശക്തമായ ഒരു അനുഭവമായിരുന്നു. ബൈബിൾ മൊത്തം നമ്മൾ 15 ദിവസം കൊണ്ട് പഠിക്കും. ഞാനിത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഇനി അടുത്ത ഒരു കോഴ്സ് നമ്മൾ അങ്ങനെ 15 ദിവസത്തെ കോഴ്സ് നടത്താൻ പോകുന്നത് ജൂലൈ മാസം അവസാനം തുടങ്ങി ഓഗസ്റ്റ് മാസം തീരും. മനസ്സിലായോ? അതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കും, ഞാൻ നേരത്തെ പറയുകയാണ്, കഴിഞ്ഞ കോഴ്സിന് നമുക്ക് പെട്ടെന്ന് ഒരാഴ്ചത്തെ സമയം ഉണ്ടായിരുന്നു അറിയിപ്പ്. ഇപ്പം ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ജൂണേ ആയുള്ളൂ. ജൂലൈ 1 മാസമുണ്ട്, 1 മാസത്തിൽ കൂടുതലുണ്ട്, 1.5 മാസമുണ്ട്. അപ്പോൾ 1.5 മാസം കൊണ്ട് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം. 15 ദിവസം നിങ്ങൾ മാറി നിൽക്കേണ്ടി വരും. പോയി വന്ന് പഠിക്കാൻ സമ്മതിക്കത്തില്ല. ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും, ഇവിടെ താമസിക്കേണ്ടി വരും. പിന്നെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഉപയോഗിക്കാം, പക്ഷേ അത് പരിമിതമായിരിക്കും. നമ്മൾ പറയുന്ന സമയത്തൊക്കെ മാത്രമേ ഫോൺ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ തന്നെ താമസിക്കണം, വളരെ അച്ചടക്കത്തോടെ പഠിക്കണം. ഇടയ്ക്കും പിഴയ്ക്കൊന്നും പോകാനൊന്നും സമ്മതിക്കത്തില്ല. അങ്ങനെ 15 ദിവസം നിങ്ങൾക്ക് മാറ്റി വെക്കാനുണ്ടെങ്കിൽ, പ്രായപരിധിയുണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. പറഞ്ഞിട്ടല്ലേ, ഉറങ്ങാൻ വരുന്നവരെയൊന്നും നമ്മൾ എടുക്കത്തില്ല. മനസ്സിലായി? ഒരു ആവേശത്തിന് കേട്ട ഉടനെ ചാടിക്കേറി ബുക്ക് ചെയ്ത് എടുക്കത്തില്ല.
എന്ത് ചെയ്യും, ഇൻ്റർവ്യൂ ഉണ്ട്, ഫോണിൽ കൂടെ നമ്മൾ വിളിക്കും, സംസാരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ബൈബിള് പഠിക്കാനൊരു താല്പര്യമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങളോട് വരാൻ പറയും. ബുക്ക് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും കൊടുത്തില്ല, ഈ പ്രാവശ്യവും കൊടുക്കില്ല. കാരണം ഇത് സീരിയസ് ആയ, കാരണം നമ്മൾ 15 ദിവസം അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് 15 ദിവസം ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, 15 ദിവസത്തെ ബൈബിൾ സ്റ്റഡി നടത്തണമെങ്കിൽ 15 ദിവസം ഞാനിവിടെ ഉണ്ടാവണം. അപ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടി വരും, ഒരുപാട് കൺവെൻഷൻസ് മാറ്റി വെക്കേണ്ടി വരും, പല പ്രോഗ്രാമുകളും മാറ്റി വെക്കേണ്ടി വരും. അങ്ങനെ മാറ്റി വെച്ചാലാണ് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. അപ്പം അത് അത്രയും പ്രാധാന്യം കൊടുത്ത് നമ്മൾ ഒരുപാട്, ചിലപ്പോൾ 10,000 വരുന്നൊരു കൺവെൻഷൻ വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കും നമ്മൾ 100 പേർക്ക് വേണ്ടി ബൈബിള് പഠിപ്പിക്കാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കാത്ത ആരെയും നമ്മൾ അക്കോമഡേറ്റ് ചെയ്യില്ല. അപ്പം നിങ്ങൾക്ക് ലോകത്തിൻ്റെ, കഴിഞ്ഞ പ്രാവശ്യം ഓസ്ട്രേലിയയിൽ നിന്ന് പഠിക്കാനായിട്ട് വന്ന ഒരു സഹോദരനുണ്ടായിരുന്നു, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വന്നവരുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവരുണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തും. അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ പറയുന്നത്, നിങ്ങൾക്ക് ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെ കൃത്യം ഡേറ്റും കാര്യങ്ങളൊക്കെ അവസാനം അറിയിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 15 ദിവസത്തെ ബൈബിൾ സ്റ്റഡി വളരെ നല്ല അവസരമാണ്. എനിക്ക് 100% ആത്മവിശ്വാസത്തോടെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പറയുകയാണ്, ആ കോഴ്സിൽ സംബന്ധിച്ചാൽ നിങ്ങൾക്ക് ബൈബിൾ പൂർണ്ണമായും മനസ്സിലാവും. പിന്നെ ബൈബിൾ നിങ്ങൾക്കൊരു സംശയമുള്ളൊരു കാര്യമായിട്ട് മാറില്ല. കാരണം അങ്ങനെയാണ് നമ്മളത് പഠിപ്പിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? വേദപുസ്തകം നിങ്ങൾക്ക് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പിന്നെ നിങ്ങൾക്കൊരു സംശയമില്ല. ഒറ്റപ്പെട്ട സംശയങ്ങൾ ഉണ്ടാവത്തില്ലെന്നല്ല, പക്ഷെ ഈ ബൈബിളിനെ കുറിച്ച് നിങ്ങൾക്ക് ഇന്ന് വരെ നിങ്ങൾ ജന്മത്ത് കേട്ടിട്ടില്ലാത്ത ധാരണകളും ബോധ്യങ്ങളും അറിവുകളും കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ അതിൽ സംബന്ധിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കും, 100 പേർക്ക് മാത്രമാണ് പ്രവേശനം. നന്നായിട്ട് പ്രാർത്ഥിച്ച് ആലോചിച്ച് ബുക്ക് ചെയ്യുമ്പോൾ 1000 പേർക്ക് വേണമെങ്കിലും ബുക്ക് ചെയ്യാം. പക്ഷെ ടെലിഫോൺ ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ബൈബിള് പഠിക്കാൻ ശരിക്കും ആഗ്രഹിക്കുന്ന ജെനുവിനായ ആളുകളാണെന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ബോധ്യം തന്നാൽ നിങ്ങളോട് വരാൻ പറയും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അത് നിങ്ങൾ ഒരു വർഷം ഈ 15 ദിവസം അതിനുവേണ്ടി ഒന്ന് മാറ്റി വെക്കുന്നത് നല്ലതാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ചെറിയൊരു ഫീസൊക്കെ ഉണ്ടാവും അപ്പോൾ ബൈബിള് പഠിക്കുന്നതിന്. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ വ്യവസ്ഥകളെല്ലാം നിർബന്ധമായിരിക്കും. അപ്പം അങ്ങനെ വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു നല്ലൊരു അവസരമായിരിക്കും.